അങ്ങനെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടാനുള്ള രണ്ടാമത്തെ വഴി നമുക്ക് പറയാം. ഒന്നാമത്തെ വഴിയും ആ വഴിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ വഴി ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടിയിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനുള്ള രണ്ടാമത്തെ വഴി കേൾക്കണേ. ഒരു ക്ലോറിൻ ആറ്റം ഇതവിടെ ഇങ്ങനെ ഒരു ക്ലോറിൻ ആറ്റം, മിസ്റ്റർ ക്ലോറിൻ ആറ്റം, അദ്ദേഹം ഒറ്റക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇനോ അദ്ദേഹത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 287 അല്ലേ? നോക്കേ, ഇതാണ് അദ്ദേഹത്തിന്റെ ലൂയിസ് സിംബൽ. ദെൻ വേറൊരു ക്ലോറിൻ ആറ്റം അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഇതിന്റെ ഈ കോൺഫിഗറേഷൻ 2, 8, 7. ഈ 2 പേര് നല്ല ബേജാറിലാണ്, ഭയങ്കര വിഷമത്തിലാണ്. സംഗതി എന്തെന്നറിയാവോ? ഈ 2 പേരുടെയും അവസാനത്തെ ഷെല്ലിൽ ഇപ്പൊ 7 ഇലക്ട്രോൺ ഉണ്ട്. 8 ഉണ്ടെങ്കിലേ സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. 7 ഉണ്ട്. 2 പേർക്ക് ഓരോ ഇലക്ട്രോൺ വേണം. പക്ഷെ ആരും കൊടുക്കുന്നില്ല. എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് 2 പേര് മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ബേജാറിയിരിക്കുകയാണ്. പെട്ടെന്നൊരു ക്ലോറിന് ഒരു ബൾബ് വെക്കി. എന്നറിയോ? ആ ചങ്ങായി മറ്റേ ചങ്ങായിയോട് പറഞ്ഞു, അല്ല നമ്മെന്തിനാ ബേജാറാവുന്നത്? നമ്മളെന്തിനാ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്റെ ഒരു ഇലക്ട്രോൺ, ഇയാൾ പറയാണ്, എന്റെ ഒരു ഇലക്ട്രോൺ ഞാൻ നിനക്ക് തരാം. അപ്പൊ എനിക്ക് 8 ആയില്ലേ? അപ്പൊ ഇയാൾ പറഞ്ഞു, അപ്പൊ എനിക്ക് കുറയൂലേ? ഇല്ല, നിന്റെ ഒരു ഇലക്ട്രോൺ എനിക്കെന്താ, ഞാൻ ഒരു ഇലക്ട്രോൺ എനിക്ക് തരും. ഓക്കെ, നീ ഒരു ഇലക്ട്രോൺ എനിക്കെന്താ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അതെങ്ങനെ? നീ എനിക്കൊരു ഇലക്ട്രോൺ തന്നാൽ എനിക്ക് 8, പക്ഷെ എനിക്ക് 6 ഉള്ളൂ. ഇനി ഞാനൊരു ഇലക്ട്രോൺ എനിക്ക് തന്നാലോ? എനിക്ക് 8, എനിക്ക് 6 ഉള്ളൂ. ഇല്ല ചങ്ങായി, അങ്ങനൊന്നും ആവൂല. ഞാൻ ഒരു ഇലക്ട്രോൺ തരുന്ന അതേ സമയം നീ ഒരു ഇലക്ട്രോൺ എനിക്ക് താ. ആ 2 ഇലക്ട്രോണുകൾ എന്റെയോ നിന്റെയോ അല്ല, നമ്മുടേതാണ്. പ്രശ്നം തീർന്നില്ലേ? അതായത് ഈ ഇലക്ട്രോണിന് നിന്റേതല്ല, എന്റേത് കൂടിയാണ്. ഈ ഇലക്ട്രോൺ എന്റേത് മാത്രമല്ല, നിന്റേത് കൂടിയാണ്. അതായത് നമുക്ക് പരസ്പരം ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്ത് നമുക്ക് പേരാവാം. എന്താണ്? ഷെയർ ചെയ്ത് നമുക്ക് പേരാവാം. അതായത് ഇതാ, ഇവർ ഈ ഇലക്ട്രോണുകൾ പരസ്പരം ഇങ്ങനെ പങ്കുവെക്കാണ്. ഇതെങ്ങനെ? എത്രയായി? 2, 4, 6, 8. 18ആയില്ലേ? ഇനി ഇതേ ഈ ഇലക്ട്രോൺ ഇദ്ദേഹത്തിന് കൊടുക്കാണ്. 2, 4, 6, 8. അതായത് ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ പറയും, മ്യൂച്വൽ ഷെയറിങ്. അതായത് അവർ പരസ്പരം ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്, കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബോണ്ടാണ്. ഓക്കെ, ഇങ്ങനെ മ്യൂച്വൽ ഷെയറിങ് വഴി ഉണ്ടാകുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. So the second method for attaining stability by the chemical bond, during the formation of chemical bond, is the formation of covalent bond. അപ്പൊ കുഞ്ഞോളതിന്റെ ഡെഫിനിഷൻ നന്നായിട്ട് തലവാക്കിയേ. ഇറ്റ് ഈസ് ദി ബോണ്ട് ഫോംഡ് ബൈ ദി ഷെയറിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാവേ, കാരണം ഷെയറിംഗ് വേർന്ന് വരാനുണ്ട്. സോ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഒന്ന് അങ്ങോട്ട് കൊടുത്താൽ ആ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. പരസ്പരം ഷെയർ ചെയ്യണം. ഒരാൾ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ പോരാ. ഓക്കെ, മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. കുറെ പറയാനുണ്ട്, അത് ശ്രദ്ധിക്കണം കേട്ടോ. മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, ബോണ്ട് ഫോംഡ് ബൈ ദി മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോ ഇത് അയോണിക് ബോണ്ടിൽ നിന്ന് എന്താ വ്യത്യാസം? അയോണിക് ബോണ്ടിൽ ഒരാൾ മറ്റൊരാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ കൊടുക്കുന്നു.
That means ionic bond is formed by the complete transfer of electron. ആ വേർഡ് നോക്ക്, complete transfer of electrons between the combining atoms. Here the bond formed by the mutual sharing of electrons between the combining atoms. അവിടെ complete transfer, ഇവിടെ mutual sharing. ഷെയറിംഗ് ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇലക്ട്രോൺ ലോസ് സംഭവിക്കുകയോ മറ്റൊരാൾക്ക് അധികമായിട്ട് ഇലക്ട്രോൺ കിട്ടുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അയോൺസിന്റെ ഫോർമേഷൻ ഇവിടെ സംഭവിക്കുന്നില്ല. അയോൺസ് ഉണ്ടാവില്ല. ബോണ്ട് ഫോം ചെയ്യുന്നതിന് മുമ്പും ബോണ്ട് ഫോം ചെയ്യുന്നതിന് ശേഷവും എന്താണ്, ആറ്റങ്ങളും ആ മോളിക്യൂളും ന്യൂട്രലാണ്. അവിടെ ചാർജ് ഉണ്ടാവില്ല. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഇവിടെ ക്ലോറിനും പരസ്പരം കൈ കൊടുത്തു, അവർ ഷെയർ ചെയ്ത് പേരായി, ചങ്ങായിമാരായി. നമ്മൾ അതിലെങ്ങനെ കാണിക്കുന്നു നോക്കോ. ഇതാ ഈ ക്ലോറിൻ ഈ ഇലക്ട്രോണും ഈ ക്ലോറിന് ഈ ഇലക്ട്രോണുമാണ് ഷെയർ ചെയ്യുന്നത്. ആ ഷെയർ ഇലക്ട്രോണുകളെ നമ്മൾ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കാണിക്കും. ഇതാ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കാണിക്കും. ഒരു സോളിഡ് ലൈൻ, ആ ലൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഇലക്ട്രോണുകളാണ്. അതായത് ആ രണ്ട് ക്ലോറിൻ ആറ്റങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച കയറാണ്. ഓക്കെ, അത് നമ്മൾ ഒരു പേര് വിളിക്കും, പേര് പിന്നീട് പറയാം. ClCl. അതിനെ ചുരുക്കിയിട്ട് നമ്മള് Cl2 എന്ന് പറയാം. അപ്പൊ Cl2 എന്നുള്ള മോളിക്യൂളിൽ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ കോവാലന്റ് ബോണ്ട് വഴി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ. ഓക്സിജൻ ആറ്റം. വേറൊരു ഓക്സിജൻ ആറ്റം. ഓക്സിജന്റെ ലാസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ് ഉള്ളതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6 അല്ലെ, 2 4 6. നിങ്ങൾ പറ എന്താണ്, ഒറ്റത് കംപ്ലീറ്റ് ആവാൻ ഓരോ ഓക്സിജനും ഈ 2 ഇലക്ട്രോണുകൾ വീതം ആവശ്യമുണ്ട്. ഇദ്ദേഹത്തിന് 2, അദ്ദേഹത്തിന് 2. എന്താ വഴി? ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുക, വെറുതെ കൊടുക്കുക ഇല്ല. ഇന്ന് അറിയാവുക, നേരത്തെ ചെയ്ത അതേ വഴി മ്യൂച്വൽ ഷെയറിംഗ്. അതായത് ഈ ഓക്സിജൻ ഇദ്ദേഹത്തിന് 2 ഇലക്ട്രോണുകൾ കൊടുക്കും, ഇദ്ദേഹം അദ്ദേഹത്തിന് 2 ഇലക്ട്രോണുകൾ കൊടുക്കും. അതായത് 2 ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ബാക്കി പറയണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോവാലന്റ് ബോണ്ടിനെ എങ്ങനെ കാണിക്കാം? 2 ഇലക്ട്രോണുകൾ വീതമാണ് ഷെയർ ചെയ്തത്. ടോട്ടൽ 4 ഇലക്ട്രോണുകൾ, 2 ഇലക്ട്രോൺ പെയറുകൾ ഷെയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ബോണ്ടിനെ എങ്ങനെ കാണിക്കാം? 2 സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ട് കാണിക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് O2 ഓക്കെ. അടുത്തത് നൈട്രജൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 3 അവസാനത്തെ ഷെല്ലില് 2 3 അല്ല 2 5. ഓക്കെ, 7 അല്ല, നമ്പർ 7 ആണ്. അപ്പോ 2 5. അപ്പോ ടോട്ടൽ ലാസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ്. അപ്പൊ ഒറ്റ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ നൈട്രജനും 3 ഇലക്ട്രോണുകൾ വീതം ആവശ്യമാണ് അല്ലെ. 5 3 എണ്ണം വേണം. അതുകൊണ്ട് അവർ 3 ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നു. ഇതാ മ്യൂച്വൽ ഷെയറിംഗ്. ഈ കാണിച്ചത് ക്ലിയർ ആവുന്നുണ്ടോ കുഞ്ഞോളെ? അപ്പൊ എന്താ, ഈ 2 ഇലക്ട്രോൺ എണ്ണി നോക്കുമ്പോ ക്ലിയർ ആവുമല്ലോ. നോക്ക്, ഈ നൈട്രജൻ എത്രയായി? 2 3 5 3 8. ഇനി ഇവിടെയോ 2 3 5 3 8. 8ആയി, 2 പേർക്കും 8ആയി. അങ്ങനെയാണല്ലോ ബോണ്ടിങ് എങ്ങനെ കാണിക്കും? 3 ഇലക്ട്രോൺ പെയറുകളാണ് ഷെയർ ചെയ്തത്. എത്രയാണ്? 3 ഇലക്ട്രോൺ പെയറുകൾ. അപ്പോ 3 കയറുകളാൽ അവരെ ബന്ധിപ്പിച്ചു. N2. ഇപ്പൊ മനസ്സിലായി ഏകദേശം കോവാലന്റ് ബോണ്ട് എന്തെന്ന് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇതാണ് മ്യൂച്വൽ ഷെയറിംഗ് എക്സാമ്പിൾ. ഇനി നോക്ക്, ഇവിടെ ക്ലോറിൻ മോളിക്യൂളിൽ 2 ക്ലോറിൻ ആറ്റങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത് 1 ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തിട്ടാണ്. ശരിയല്ലേ?
ഇങ്ങനെ ഒരു ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തിട്ടാണ് കോവാലന്റ് ബോണ്ട് ഉണ്ടായതെങ്കിൽ അതിന്റെ പേരാണ് സിംഗിൾ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട്. എന്താണ് സിംഗിൾ കോവാലന്റ് ബോണ്ട് ഓർ സിംഗിൾ ബോണ്ട്? Single bond. So what is single bond? Single bond is actually the covalent bond formed by the sharing of one electron pair between the combining atoms. Okay. ഇവിടെയോ ആറ്റങ്ങൾ തമ്മിൽ രണ്ട് ഇലക്ട്രോൺ പെയറുകൾ ഷെയർ ചെയ്തു. അങ്ങനെ രണ്ട് കോവാലന്റ് ബോണ്ട് വഴി ഈ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടു. അങ്ങനെ രണ്ട് കോവാലന്റ് ബോണ്ടുകൾ വഴി ബന്ധിപ്പിക്കപ്പെട്ടാൽ അതിന്റെ പേരാണ് ഡബിൾ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്. ഡബിൾ കോവാലന്റ് ബോണ്ട് ഓർ ഡബിൾ ബോണ്ട്. ഇവിടെയോ 3 ഇലക്ട്രോൺ പെയറുകളാണ് ഷെയർ ചെയ്യപ്പെട്ടത്. അങ്ങനെ ഉണ്ടാകുന്ന കോവാലന്റ് ബോണ്ടാണ് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ഓർ സിംപ്ലി ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ കോവാലന്റ് ബോണ്ടിലെ 3 ടൈപ്പ്: സിംഗിൾ കോവാലന്റ് ബോണ്ട്, ഡബിൾ കോവാലന്റ് ബോണ്ട്, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ഓർ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ സിംഗിൾ ബോണ്ടിൽ എത്ര ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും? 2 ഇലക്ട്രോണുകൾ. എത്ര പേര്? 1 ഇലക്ട്രോൺ പെയർ. ഇവിടെ 4 ഇലക്ട്രോണുകൾ 2 പേര്, 6 ഇലക്ട്രോണുകൾ 3 പേര്. ഓക്കെ. ഇനി അടുത്തത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാണ്, കേൾക്കണം, മറന്നുകൂടാ. ഓക്കെ. ഇങ്ങനെ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ആറ്റങ്ങളില് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിട്ടുള്ള ആറ്റങ്ങൾ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ Cl2 2 ആറ്റങ്ങൾ. ഈ ക്ലോറിൻ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളെ നോക്ക്. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളെ നോക്ക്. അതിലെ എല്ലാ ഇലക്ട്രോണുകളും ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അതായത് ഷെയറിംഗിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും ഷെയറിംഗിൽ ഏർപ്പെട്ടിട്ടില്ല. ഇല്ലല്ലോ. ഷെയറിംഗിൽ ഏർപ്പെട്ട ഇലക്ട്രോൺ പെയർ ഉണ്ടല്ലോ. ഇവിടെ എത്രയാ? 1. ഷെയറിംഗിൽ ഏർപ്പെട്ട ഇലക്ട്രോൺ പെയറുകൾക്ക് പറയുന്നൊരു പേരുണ്ട്. നമ്മൾ കുറച്ച് അധികം ടേമുകൾ പഠിക്കാൻ പോവാണ്. ഷെയറിംഗിൽ ഏർപ്പെട്ട ഇലക്ട്രോൺ പെയറുകൾ പറയുന്ന പേരാണ് ഷെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ. ഷെയർഡ് ഇലക്ട്രോൺസ്. ആ ഷെയർഡ് വേറൊരു പേര് കൂടിയുണ്ട്. ഷെയറിംഗിൽ ഏർപ്പെട്ട ഇലക്ട്രോണുകൾ, ഷെയർഡ് ഇലക്ട്രോണുകൾ, അവരെ പറയുന്ന പേരാണ് ബോണ്ട് പെയർസ്. ബോണ്ട് പെയർസ്. ഷെയറിംഗിൽ ഏർപ്പെട്ടിട്ട് ബോണ്ട് ഉണ്ടാക്കിയ പേരുകളാണ് ബോണ്ട് പെയർസ്. അല്ലെങ്കിൽ അവരെ പറഞ്ഞ പേരാണ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. എന്താണ്? ബോണ്ടിങ് ഇലക്ട്രോൺസ്. ബോണ്ടിങ് ഇലക്ട്രോൺസ്. അതേസമയം ഇവിടെ കണ്ട ഇയാളൊന്നും ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നില്ല. അവര് ബോണ്ടിങ്ങിൽ ഏർപ്പെടുകയോ ബോണ്ട് ഉണ്ടാക്കുകയോ ഷെയറിംഗിൽ ഏർപ്പെട്ടിട്ട് ബോണ്ട് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. ഷെയറിംഗിൽ ഏർപ്പെടാത്തവരെ പറയുന്ന പേരാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന പേരുകളെ പറയുന്ന പേരാണ് ലോൺ പെയർസ്. ലോൺ പെയർസ് ഓർ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഇനി നിങ്ങൾ പറ, ഇതിൽ എത്ര ബോണ്ട് പെയർ ഉണ്ട്? ഒരു ബോണ്ട് പെയർ 6 ലോൺ പെയർ. 1 2 3 4 5 6 6 ലോൺ പെയറും ഒരു ബോണ്ട് പെയറും. 2 ബോണ്ട് പെയറും 4 ലോൺ പെയറും അല്ലെ? 1 പെയർ 2 പെയർ 3 പെയർ 4 പെയർ. 4 ലോൺ പെയർ 2 ബോണ്ട് പെയർ. ഓക്കെ. 3 ബോണ്ട് പെയർ 2 ലോൺ പെയർ. ഓക്കെ. അപ്പൊ എന്താണ് ബോണ്ടിങ് ഇലക്ട്രോൺസ്, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്? ബോണ്ടിങ്ങിന് കാരണമാകുന്ന ഷെയറിംഗിൽ ഏർപ്പെടുന്ന ഇലക്ട്രോണുകളാണ് ഷെയർഡ് പെയർസ് ഓർ ബോണ്ട് പെയർസ് ഓർ ബോണ്ടിങ് ഇലക്ട്രോൺസ്. അതിൽ പങ്കെടുക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഓർ ലോൺ പെയർസ്. ഓക്കെ. നെക്സ്റ്റ്. ഇനി ഒരു കാര്യം, ഇവിടെ ക്ലോറിൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ 2 ക്ലോറിൻ ആറ്റങ്ങൾ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. ഏത് ബോണ്ടിങ്? കോവാലന്റ് ബോണ്ടിങ്. അങ്ങനെ ബോണ്ട് ഉണ്ടാകുമ്പോൾ ഓരോ ക്ലോറിൻ ആറ്റവും എത്ര ഇലക്ട്രോണുകൾ വീതമാണ് ഷെയറിംഗിലേക്ക് കൊടുത്തത്? ഈ ക്ലോറിൻ 1 ഇലക്ട്രോൺ, ഈ ക്ലോറിൻ 1 ഇലക്ട്രോൺ.
ഇവിടെ ഈ രണ്ട് ബോണ്ട് ഉണ്ടാവണമെങ്കിൽ ഓരോ ഓക്സിജനും ഈ 2 ഇലക്ട്രോണുകൾ വീതമാണ് കൊടുത്തത്. ഇവിടെ ഓരോ നൈട്രജനും 3 ഇലക്ട്രോണുകൾ വീതമാണ് കൊടുത്തത്. അല്ലെ, മ്യൂച്വൽ ഷെയറിംഗ് ആണെങ്കിൽ ഈക്വൽ ആയിട്ട് തന്നെ കൊടുക്കണം. അതായത് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഓരോ ആറ്റവും ബോണ്ടിങ്ങിലേക്ക് എത്ര ഇലക്ട്രോണുകൾ കൊടുത്തു നോക്കുക. കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ള 2 ആറ്റങ്ങളിൽ ഓരോ ആറ്റവും എത്ര ഇലക്ട്രോണുകൾ ഷെയറിങ്ങിനായിട്ട് കൊടുത്തു. അതിന് പറഞ്ഞ പേരാണ് കോവാലൻസി. എന്തുവാ? കോവാലൻസി. കോവാലൻസി. അങ്ങനെയാണെങ്കിൽ Cl2 എന്ന മോളിക്യൂളിൽ ക്ലോറിന്റെ കോവാലൻസി 1 ആണ്. 1 ഇലക്ട്രോൺ അല്ലേ ഓരോ ഇലക്ട്രോണും ഓരോ ക്ലോറിന് കൊടുത്തത്. O2 എന്ന മോളിക്യൂളിൽ ഓക്സിജന്റെ കോവാലൻസി 2 ആണ്. കാരണം ഓരോ ഓക്സിജനും 2 ഇലക്ട്രോണുകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതേസമയം N2 എന്ന മോളിക്യൂളിൽ നൈട്രജന്റെ കോവാലൻസി 3 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത്, ഇത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് സംശയം വരും. ഇവിടെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് ഒരേപോലുള്ള ആറ്റങ്ങൾക്കിടയിലല്ലേ? അപ്പൊ ഒരേപോലുള്ള ആറ്റങ്ങളെ പരസ്പരം ബൈൻഡ് ചെയ്യുന്ന ബോണ്ട് ആയിരിക്കാം ഡബിൾ ബോണ്ട്. ഒരേപോലുള്ള ആറ്റങ്ങളെ പരസ്പരം ബൈൻഡ് ചെയ്യുന്ന ബോണ്ട് ആയിരിക്കാം ഡബിൾ ബോണ്ട്. അല്ല, ഇത് കോവാലന്റ് ബോണ്ട്. ഡബിൾ ബോണ്ട് എന്നല്ല, കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് ഏതുപോലെ H2 ഇതേ ബോണ്ടാണ്. H2 Cl2 Br2 I2F2 O2 N2 ഇതെല്ലാം ഒരേപോലുള്ള ആറ്റങ്ങൾ പരസ്പരം ബൈൻഡ് ചെയ്യപ്പെട്ട മോളിക്യൂളുകളാണ്. ഇതിലെല്ലാം ഉള്ളത് കോവാലന്റ് ബോണ്ട് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വരാവുന്ന സംശയം, ഒരുപോലുള്ള ആറ്റങ്ങളെ ബൈൻഡ് ചെയ്യുന്ന ബോണ്ടാണോ ശരിക്കും കോവാലന്റ് ബോണ്ട്? അങ്ങനെയല്ല, വ്യത്യസ്ത ആറ്റങ്ങൾക്കിടയിലും കോവാലന്റ് ബോണ്ട് വരാം എന്നാണ്. വ്യത്യസ്ത ആറ്റങ്ങൾക്കിടയിലും കോവാലന്റ് ബോണ്ട് വരാം. ഫോർ എക്സാമ്പിൾ HCl, ഹൈഡ്രജനും ക്ലോറിനും. ഹൈഡ്രജന്റെ ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണാണ് ഉള്ളത്. ക്ലോറിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണാണ് ഉള്ളത്. നോക്ക്, ക്ലോറിന് എത്ര ഇലക്ട്രോൺ വേണം? 1 ഇലക്ട്രോൺ വേണം. ഹൈഡ്രജനും അതിനും 1 ഇലക്ട്രോൺ വേണം. കാരണം ഹൈഡ്രജന് ഡുപ്ലറ്റ് കോൺഫിഗറേഷനാണ് വേണ്ടത്, ഒറ്ററ്റല്ല. ഹൈഡ്രജന്റെ ലാസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണേ പിടിക്കത്തുള്ളൂ. 1 ഉണ്ട്, 1 കൂടി ആയാൽ 2 ആയി. അതിന്റെ പേരാണ് ഡുപ്ലറ്റ്. ഓക്കെ, ഹീലിയം ഡുപ്ലറ്റ് ആണ്, അതുകൊണ്ട് സ്റ്റേബിൾ ആണ്. ഒക്ടറ്റും സ്റ്റേബിൾ ആണ്, ഡുപ്ലറ്റും സ്റ്റേബിൾ ആണ്. അപ്പൊ ഹൈഡ്രജന് എത്ര ഇലക്ട്രോൺ വേണം? ഹൈഡ്രജന് 1 വേണം. ക്ലോറിന് എത്ര വേണം? 1 വേണം. അപ്പോൾ അവർ പരസ്പരം ഓരോന്ന് ഷെയർ ചെയ്യുന്നു. ഇപ്പൊ നോക്ക്, ഹൈഡ്രജന് 2 ആയി. 1 2. ക്ലോറിന് 2 4 6 8 ആയി. അപ്പൊ അവര് പരസ്പരം കമ്പൈൻ ചെയ്തു ബൈ ഷെയറിംഗ് 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. That means H and Cl are binded through a single covalent bond and hence HCl is formed. കണ്ടപ്പോ HCl നുള്ള ബോണ്ട് ഏതാ? സിംഗിൾ കോവാലന്റ് ബോണ്ടാണ്. അപ്പൊ അവിടെ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് ആറ്റങ്ങൾക്കിടയിലല്ലേ? ആണ്. ഇനി നോക്കി H2O, നമ്മൾ കുടിക്കുന്ന വെള്ളം. അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ, ഇതിൽ 1 ഇലക്ട്രോൺ. എന്താ? ഇതിന് 1 ഇലക്ട്രോൺ വേണം, ഇതിന് 1 ഇലക്ട്രോൺ വേണം, ഇതിന് 2 ഇലക്ട്രോൺ വേണം. എന്താ ചെയ്യുന്നത് അറിയാവോ? ഈ ഓക്സിജൻ ഈ ഹൈഡ്രജനുമായിട്ട് 1 ഇലക്ട്രോൺ ഷെയർ ചെയ്യും. ഇപ്പൊ ഇതിന് 2 ആയില്ലേ? 2. ഷെയറിംഗ് മ്യൂച്വൽ ആവണം. ഇങ്ങോട്ടൊന്ന് കിട്ടിയാൽ അങ്ങോട്ടൊന്ന് കൊടുക്കണം. ഇപ്പൊ ഓക്സിജൻ എത്രയായി? 2 4 6 7 ആയി. ഇനി 1 കുറവുണ്ട്. ഇനി ഹൈഡ്രജൻ, ഇയാൾക്ക് 1 കുറവല്ലേ? അത് ഇതുമായിട്ട് ഷെയർ ചെയ്യും. 2 ആയില്ലേ? ഷെയറിംഗ് മ്യൂച്വൽ ആവണം. ഇപ്പൊ എത്രയായി? ഇയാൾക്ക് 2 4 6 8. ഓക്കേ. അപ്പോ H2O എന്ന് പറയുന്ന നമ്മൾ കുടിക്കുന്ന വെള്ളത്തില് എന്താ സംഗതി? ഹൈഡ്രജൻ കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ ത്രൂ സിംഗിൾ കോവാലന്റ് ബോണ്ട്. H2O-ല് 2 സിംഗിൾ കോവാലന്റ് ബോണ്ടുകളാണുള്ളത്. OH സിംഗിൾ ബോണ്ട്, OH സിംഗിൾ ബോണ്ട്. ഇതിന്റെ പേര് HCl സിംഗിൾ ബോണ്ട്, OH സിംഗിൾ ബോണ്ട്, OH സിംഗിൾ ബോണ്ട്. ഓക്കെ പറയൂ. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ അറിയാമോ? ഓക്സിജന്റെ എത്രയാ? 6. എത്ര വേണം ഓരോന്നിനും? നിങ്ങൾ
2 വേണം, ഇതിന് 2 വേണം, ഇതിന് 4 വേണം. അപ്പൊ ഇത് ഇയാളെന്ന് നിങ്ങൾക്ക് അറിയാവോ, ഈ കാർബൺ മാറ്റി 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യും. ഷെയറിംഗ് മ്യൂച്വൽ ആവണം. അപ്പോൾ ഇദ്ദേഹത്തിന് 8 ആയി, 2 4 6 8. ഇദ്ദേഹത്തിനോ 2 4 6 6 ഇനി 2 മതി. ഇനി ഇത് ഷെയർ ചെയ്യുന്നു. ഇതാ ഇപ്പൊ 8 2 4 6 8 ഷെയറിംഗ് മ്യൂച്വൽ ആവണം. ഇപ്പൊ ഇദ്ദേഹത്തിന് 8 ആയി, 2 4 6 8. അപ്പൊ ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോണുകൾ ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ എന്താ ഉള്ളത്? CO ഡബിൾ ബോണ്ട് CO ഡബിൾ ബോണ്ട്, 2 ഡബിൾ ബോണ്ടുകളാണ്. ഓക്കെ, അപ്പൊ കോവാലന്റ് ബോണ്ട് ക്ലിയർ ആണല്ലോ. ഓക്കെ.